1997 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ചിങ്ക്വെ തെർറെ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ചിങ്ക്വെ തെർറെ എന്നാൽ 5 ലാൻഡ്സ് എന്നാണ് അർത്ഥം. മോണ്ടെറോസോ, വെർനാസ, കൊർണീലിയ, മനറോള, റിയമൊജോറെ എന്നിങ്ങനെ 5 വില്ലേജസ് ചേരുന്നതാണ് ചിങ്ക്വെ തെർറെ. അതിലെ മോണ്ടെറോസോയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ 5 വില്ലേജിനെയും കണക്ട് ചെയ്യുന്ന റെയിൽവേ ലൈനാണ്. ഈ ബ്യൂട്ടിഫുൾ വില്ലേജസിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഈ റെയിൽവേ ലൈനാണ്. 1860കളുടെ തുടക്കത്തിലാണ് ചിങ്ക്വെത്തെറയിലേക്കുള്ള റെയിൽവേ ലൈൻ പണി ആരംഭിക്കുന്നത്. അന്നുവരെയുള്ള ഇറ്റാലിയൻ റെയിൽവേ ഹിസ്റ്ററിയിലെ ഏറ്റവും കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി റെയിൽവേ ലൈൻ കൺസ്ട്രക്ഷൻ ആയിരുന്നു ചിങ്ക്വെത്തെറെ റെയിൽവേ ലൈൻ. ആകെ മൊത്തം 44 കിലോമീറ്റർ കവർ ചെയ്യുന്ന റെയിൽവേ ലൈനിൽ 23 ബ്രിഡ്ജസും ഏതാണ്ട് 28 കിലോമീറ്റർ കവർ ചെയ്യുന്ന 51 ടണൽസുമാണ് ഉള്ളത്. എല്ലാം ഡ്രിൽഡ് ആൻഡ് ബ്ലാസ്റ്റഡ് ബൈ ഹാൻഡ്. 1874ഓടെയാണ് റെയിൽവേ ലൈൻ്റെ പണി പൂർത്തിയായത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീ വേവ്സും ലാൻഡ് സ്ലൈഡും സോയിൽ ഇറോഷനും കാരണം ഈ ക്ലിഫ് ഇങ്ങനെ കാർവ് ചെയ്തെടുത്ത് റെയിൽവേ ലൈൻ പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാണ് ഹിസ്റ്ററി. പണ്ട് പണിത 51 ടണലിൽ ചിലതിന്ന് ക്ലോസ് ചെയ്ത് റീപ്ലേസ് ചെയ്തു. ഈ മുന്നേ പോണ 2 പേരും എൻ്റെ ഫ്രണ്ട്സാണ്, നീമ ലീമ. ആ ദൂരെ വൈറ്റ് ഷർട്ട് ഇട്ട് പോണതാണ് നീമയുടെ ഹസ്ബൻഡ് അജേഷ്. ചിങ്ക്വെത്തെറയിലെ ഓരോ വില്ലേജും ഡീറ്റെയിൽ ആയി കണ്ടുവരാൻ ഓരോ ദിവസം വെച്ച് വേണം. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ എങ്കിലും വേണം. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഓൾറെഡി ഉച്ചയായി. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വേറെയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, വെതർ ഫോർകാസ്റ്റിൽ ചിങ്ക്വെത്തെറയിൽ മഴ പറഞ്ഞുകൊണ്ട് പോർത്തോഫിനോയിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ ട്രെയിൻ റിയോമജോറെ എത്തിയപ്പോഴേക്കും നല്ല വെയിൽ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് കുറച്ചു നേരം ആലോചിച്ചു. അവസാനം മോണ്ടെറോസോ എത്തിയപ്പോഴേക്കും ചാടിയിറങ്ങി. ഈ കാണുന്ന ഇൻസ്റ്റലേഷൻസ് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ മിനിയേച്ചർ ഫോമാണ്. അതായത് സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, പിന്നെ സ്റ്റാച്യു ഓഫ് നെപ്റ്റ്യൂൺ, അങ്ങനെ പലതും. ഈ ടണലും ഇതിലെ കൊച്ചു കൊച്ചു ഇൻസ്റ്റലേഷൻസും കടന്ന് നമ്മൾ ചെല്ലുന്നത് മോണ്ടെറോസോ ഓൾഡ് വില്ലേജിലേക്കാണ്. ഇവിടെയാണ് 1300കളിൽ പണി കഴിപ്പിച്ച സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ പള്ളിയും ഹൈക്ക് ചെയ്ത് മുകളിലെത്തിയാൽ കപ്പൂച്ചിൻ മൊനാസ്ട്രിയും വാച്ച് ടവറും ഒരു കാസിലും എല്ലാം ഉള്ളത്. അത് പിന്നീടൊരു യാത്രയിലാവട്ടെ. ഈ കാണുന്നത് ഒരു ഓപ്പൺ ബീച്ചാണ്. ഇവിടെ എല്ലാ ബീച്ചും ഓപ്പൺ അല്ല. ചില സ്ഥലത്ത് വെള്ളത്തിലിറങ്ങാൻ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. അതെ, If you marry the baker boy, he will come and he will go, and he will always mix the flour in the pan. If you marry the baker boy, he'll have the cannoli in his hand. ഈ ലോക്ക് ചിലർക്കെങ്കിലും അറിയാം. കപ്പിൾസിന്റെ പേരെഴുതി ഇവിടെ ലോക്ക് ചെയ്തിട്ടാൽ ഒരിക്കലും പിരിയില്ല എന്നാണ് വിശ്വാസം. Mama dear, come over here and see who's looking in the window.